أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقد نزل عليكم في الكتاب أن إذا سمعتم آيات الله يكفر بها ويستهزأ بها فلا تقعدوا معهم حتى يخوضوا في حديث غيره. സമാദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, അനുഗ്രഹീതമായ വേദിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ കെ.പി. കോയ സാഹിബ്, പ്രാസ്ഥാനിക രംഗത്തെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ആർ.വി. കുട്ടിയാസൻ ദാരിമി, മുഹമ്മദ് ബാക്കവി, ചിറ്റടി അഹമ്മദ് കുട്ടി ഹാജി, ഷുക്കൂർ മാസ്റ്റർ, ഹുസൈൻ ഹാജി, മൊയ്തീൻ ഹാജി, കെ.എം.എ. റഹ്മാൻ, മുനീർ ഫൈസി, പ്രിയ സഹപ്രവർത്തകൻ അബൂബക്കർ ഫൈസി മലയമ്മ, ഒ.പി. അഷ്റഫ് തുടങ്ങി ഇതിൻ്റെ പ്രഗത്ഭരായ സംഘാടകർ, മഹാന്മാരായ നമ്മുടെ ഗുരുവര്യന്മാർ, അവരോടൊന്നിച്ച് നാളെ സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് ഇടം നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, വളരെ മനോഹരമായ ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. 1000 കവലയോഗങ്ങളെക്കാൾ പ്രയോജനം ചെയ്യുന്ന വളരെ വിശദമായ ആസൂത്രണത്തോടുകൂടി സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് ഇവരിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസം സർവനാശത്തിന് എന്ന പ്രമേയവും വിഘടനം വിനാശത്തിന് എന്ന പ്രമേയവും ഒന്നിച്ചു ചേർത്തുകൊണ്ട് കാലികമായി നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തിലേക്ക് സമൂഹത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത്രയും ശാസ്ത്രീയമായി മുന്നോട്ട് വന്ന എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയും ഈ സംഗമം ഇത്രത്തോളം ജനസാന്നിധ്യം കൊണ്ട് ഭംഗിയാക്കാൻ മുന്നോട്ട് വന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. പ്രത്യേകിച്ച് ഈ വിഷയം നമ്മൾ കേവലം ശ്രദ്ധിച്ച് തിരിച്ചു പോകേണ്ടതല്ല. ഇന്ന് നമ്മുടെ സമൂഹത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഗൗരവതരമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടൊരു കവലയോഗത്തിലെ പ്രസംഗം പോലെ ആവേശം കൊള്ളുവാനല്ല, മറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം പരിശുദ്ധ ദീനുൽ ഇസ്ലാം മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ആദ്യത്തെ മനുഷ്യനെ പറഞ്ഞയക്കുമ്പോൾ ഈ സമൂഹം അനുവർത്തിക്കേണ്ട അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ പരിശുദ്ധ ഖുർആനിലൂടെ ബോധ്യപ്പെടുത്തി. ഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇവിടെ വരുന്ന മനുഷ്യന് വളരെ വ്യക്തമായൊരു മാർഗരേഖ പടച്ച റബ്ബ് നൽകും. അത് നൽകിയാൽ അതിനൊപ്പം നിങ്ങൾ നിൽക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ നിങ്ങൾക്ക് ദുഃഖിക്കുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഈ ഭൂമുഖത്ത് മനുഷ്യകുലത്തെ കൊണ്ട് പടച്ച റബ്ബ് ഉദ്ദേശിക്കുന്നത് കേവലം ആത്മീയതയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം മാത്രമല്ല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. വിശുദ്ധ ദീനുൽ ഇസ്ലാം ഇഹപര വിജയമാണ് മനുഷ്യന് സംവിധാനിക്കുന്നത്. പരലോക വിജയത്തിന് വേണ്ടി ഭൗതികതയെ പരിപൂർണമായി ത്യജിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. എന്നാൽ ഇഹലോക ജീവിതം ഭൗതികതയെ ആസ്പദമാക്കി മാത്രമാണവണം നിങ്ങൾ പരലോകം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇഹലോകം സമ്പാദിക്കണം എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. രണ്ടും ഒരുപോലെ കൊണ്ടു നടക്കാൻ മനുഷ്യനെ പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കടമയുണ്ട്. അവർ കേവല മുസ്ലിങ്ങളായി ജീവിച്ചാൽ മാത്രം പോരാ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസ സംരക്ഷണം മാത്രമല്ല അവൻ്റെ ലക്ഷ്യം. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് അവൻ്റെ വിശ്വാസവും അതോടൊപ്പം അവൻ്റെ കുടുംബം മുതൽ സമൂഹമടക്കമുള്ള ആളുകളുടെ വിശ്വാസവും സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ച അംറും ബിൽ മഅറൂഫ് വ നഹ്യുൻ അനിൽ മുങ്കർ എന്ന് പറയുന്നത്. തിന്മ വളരുമ്പോൾ അതിനെതിരെ മൗനം പാലിക്കേണ്ടവനല്ല മുസ്ലിം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മളോട് ചോദിക്കും, ഇന്നല്ലാഹ സായിലു കുല്ല റാഇൻ അമ്മസ്തർആഹു.
നമ്മളെ ഏൽപ്പിച്ച ഡ്യൂട്ടിയെക്കുറിച്ച് പടച്ച റബ്ബ് നാളെ ചോദിക്കും, ഹഫിള അം വയ്യ, നിങ്ങളത് ശരിക്കും നിർവഹിച്ചോ അതോ നിർവഹിച്ചില്ലേ എന്ന് പടച്ച റബ്ബ് നാളെ നമ്മളോട് ചോദിക്കും. എന്താ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഡ്യൂട്ടി? അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, അവർക്ക് ഇസ്ലാമിനെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഈ കർമ്മം നമ്മൾ നിർവഹിക്കുമ്പോൾ ഇസ്ലാമാകുന്ന മതത്തിൽ നിന്നും ജനങ്ങളെ വ്യതിചലിപ്പിക്കുന്ന എന്ത് പ്രവർത്തനവും പ്രത്യയശാസ്ത്രവും നമ്മുടെ മുമ്പിൽ എതിർക്കപ്പെടേണ്ടതാണ്. അതൊരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടി എതിർക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ രാജ്യത്ത് ഏതൊരു പ്രത്യയശാസ്ത്രവും പ്രചരിപ്പിക്കുവാനും അതിനനുയായികളെ സംഘടിപ്പിക്കുവാനും ജനാധിപത്യ മതേതര സംവിധാനത്തിൽ ആർക്കും അവകാശമാണ്. അല്ലെങ്കിൽ ലോകത്തു തന്നെ പൊതു നിയമം അനുസരിച്ചുകൊണ്ട് ഒരു പുതിയ പ്രത്യയശാസ്ത്രത്തെ കെട്ടിപ്പടുക്കുവാനും പ്രചരിപ്പിക്കുവാനും ആർക്കും സ്വാഭാവികമായും അധികാരവും അവകാശവുമുണ്ട്. പക്ഷെ അത്തരമൊരു വിഷയം നമ്മുടെ മതത്തെയോ സംസ്കാരത്തെയോ ബാധിക്കുന്നതാണെങ്കിൽ അതിൻ്റെ വശങ്ങളെക്കുറിച്ച് നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കടമയും നമുക്കുണ്ട്. ആ കടമ നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നാളെ പരലോകത്ത് നമ്മളെ പടച്ച റബ്ബ് നിർത്തിയിട്ടൊരു ചോദ്യം ചോദിക്കും, മാ മനഅക്, എന്തായിരുന്നു നിനക്ക് പ്രതിബന്ധം, എന്തായിരുന്നു നിനക്ക് തടസ്സം? ഇത് റഅയ്തൽ മുങ്കറ അൻ തുങ്കിറഹു, ഒരു തിന്മ കണ്ടപ്പോൾ അത് തിന്മയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തടയാൻ നിനക്ക് എന്തായിരുന്നു തടസ്സം? അള്ളാഹു നാളെ മഹ്ശറിൽ നിർത്തിയിട്ട് നമ്മളെ കണ്ടത് ചോദിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധതയിൽ പഠിപ്പിക്കുന്നു. അതിന് ഉത്തരം പറഞ്ഞിട്ടേ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. തിന്മ കണ്ടപ്പോൾ നീ എന്തുകൊണ്ട് അതിനെ എതിർത്തില്ല? മൻ റആ മിൻകും മുങ്കറൻ ഫല്യുഅയ്യിർഹു ബിയദി, മുങ്കർ കണ്ട കൈകൊണ്ട് തന്നെ തടുക്കണം. സാധിക്കില്ലെങ്കിൽ ആ നാക്കുകൊണ്ട്, അതിനും കഴിയില്ലെങ്കിൽ ആ മനസ്സുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ചില പ്രത്യയശാസ്ത്രങ്ങളെ എതിർക്കേണ്ടതിൻ്റെ രീതിശാസ്ത്രം പരിശുദ്ധതീൻ ശരിക്കും നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ മദ്യപാനത്തെ, വ്യഭിചാരത്തെ, തിന്മകളെ എതിർക്കുന്നത് പോലെ അല്ലെങ്കിൽ വെറുക്കുന്നത് പോലെ നമ്മുടെ സമൂഹത്തിൽ മതത്തിൽ നിന്ന് ജനങ്ങളെ വ്യതിചലിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളെ അങ്ങനെ തന്നെയാണല്ലോ കാണേണ്ടത്. അങ്ങനെയാണല്ലോ മുസ്ലിം ഉമ്മത്ത് കണ്ടിരുന്നത്. അത്തരം പ്രത്യയശാസ്ത്രങ്ങളിൽപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. പക്ഷെ ഞാനിത് പറയുമ്പോൾ കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ അരിക്കും തുണിക്കും പണിക്കും വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ കൂടിയ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. അത്തരം ആളുകളോട് അടിസ്ഥാനപരമായി പറയാനുള്ളത്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ്, നിങ്ങൾക്ക് വിവരമില്ലാത്ത ഒന്നിൻ്റെ പിന്നാലെ പോകണ്ട. കമ്മ്യൂണിസം എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പോയിക്കോ. കമ്മ്യൂണിസം എന്ന ഒന്ന് പഠിച്ചിട്ടത് മതത്തിനെതിരാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? മാറിക്കോ. അല്ലാതെ കേവല ഭൗതികതയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വിവരമില്ലാത്ത ഒന്നിന്റെ പിന്നാലെ കൂടണ്ട. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ഒക്കെ ചോദിക്കും പഠിച്ചോ നാളെ. നിങ്ങൾക്ക് അല്ലാഹു ചിന്തിക്കാനും അതുപോലെ തന്നെ കേൾക്കുവാനും കാണുവാനും മനസ്സിലാക്കുവാനുമുള്ള സകല അവയവങ്ങളും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രം എന്താണ് എന്ന് പഠിക്കൽ ഓരോ മുസ്ലിമിൻ്റെയും കാലികമായ ആവശ്യമാണ്. നമ്മളെ മക്കൾ അതിലേക്ക് പോകുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കടമ നമുക്കിട്ട് പറയണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് അറിയണ്ടേ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇവിടെ സംഘടിപ്പിച്ചത് ഏറ്റവും അർത്ഥവത്തുള്ള കാലിക വിഷയമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, ഒരു തത്വശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചതിൻ്റെ ചരിത്രം പറയേണ്ടി വരും. വല്ലാതെ ഞാൻ ദീർഘിപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ ചരിത്രം. നമ്മൾ മനസ്സിലാക്കേണ്ട ചില ഔദ്യോഗികമായ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 1818 ജർമ്മനിയിലെ ട്രയൽ പട്ടണത്തിൽ ജനിച്ച കാറൽ മാർക്സ് എന്ന് പറയുന്ന വ്യക്തി, അയാളാണ് ശരിക്കും ഇതിൻ്റെ ഉപജ്ഞാതാവ്. കമ്മ്യൂണിസം എന്ന ഈ തത്വശാസ്ത്രം അയാൾ എങ്ങനെ ഉണ്ടാക്കി? അയാൾ എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് രൂപകൽപ്പന നൽകിയത്? അയാൾ അതിന് ഉപയോഗപ്പെടുത്തിയത് ഒന്ന് ജർമ്മൻ തത്വശാസ്ത്രം, ജർമ്മൻ തത്വശാസ്ത്രത്തോടൊപ്പം ഫ്രഞ്ച് സോഷ്യലിസ്റ്റ് ധാരണകൾ, അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിലെ ധനതത്വശാസ്ത്രം. ഈ 3 കാര്യങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് അദ്ദേഹം ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന അടിസ്ഥാന ചിന്തക്ക് രൂപം നൽകിയത്. അങ്ങനെ ഒന്ന് രൂപം നൽകുമ്പോൾ അതിന് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഈ തത്വസംഹിതകൾക്കൊപ്പം ഫോയൽബേക്കിന്റെ ഭൗതികവാദവും ഹെഗലിന്റെ വൈരുദ്ധ്യവാദവും കൂട്ടിച്ചേർത്ത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം, അതാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന പേരിൽ കാറൽ മാർക്സ് ലോകത്ത് കാഴ്ചവെച്ചത്.
മാർസ് ഒരു ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു, ചിന്തകനായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു. ചരിത്രത്തിൽ ഒരു സത്യം സമ്മതിച്ചു കൊടുക്കാതിരുന്നിട്ട് ഫലമില്ല. അദ്ദേഹം മതങ്ങളെക്കുറിച്ചുള്ള വീക്ഷണത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കാണാതെ പോയി. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാനോ പഠിക്കാനോ അയാൾക്ക് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ അയാൾ അതിന് ശ്രമിച്ചില്ല, അല്ലെങ്കിൽ മതത്തോട് അദ്ദേഹം വിദ്വേഷം നേരത്തെ പ്രകടിപ്പിച്ചു. എന്താവട്ടെ,